ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നൗസോണിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. അതായത് ഏൻഷ്യൻ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. GK സെഷനിലെ ഒരു ടോപ്പിക്കാണ്. അതിൽ തന്നെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ അഥവാ സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിലെ ചോദ്യങ്ങളാണ്. നമുക്ക് ഏതാനും പോയിൻസും ഏതാനും SSC മുൻവർഷം ചോദിച്ച ഏതാനും ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ എന്താണ് ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ അഥവാ സിന്ധു നദീതട സംസ്കാരം? അതായത് മനുഷ്യൻ ആദിമകാലത്ത് എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? പെറുക്ക് തീനികളായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്, അല്ലേ? അതായത് കാട്ടിൽ പോയി പഴങ്ങളൊക്കെ ഭക്ഷിക്കുക, കാട്ടിൽ വേട്ടയാടി ജീവിക്കുക, അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു പ്രാകൃതമായി മനുഷ്യൻ ജീവിച്ചിരുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു? കൃഷി കണ്ടുപിടിച്ചതോടുകൂടി നദീതീരങ്ങളിൽ സെറ്റിലായി അവിടെ കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തുകൊണ്ടാണ് നദീതീരങ്ങൾ തിരഞ്ഞെടുത്തത്? കാര്യം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം എന്ന് പറയുന്നത് നദീതീരങ്ങളാണ്. കാര്യം അവിടെ ജലലഭ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നദീതീരങ്ങളിലാണ് കൃഷി ചെയ്ത് മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഉണ്ടായ ഒരു സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. അതിൽ തന്നെ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്, പ്രധാനപ്പെട്ട നദി സിന്ധു നദിയാണ്. എന്നാൽ സിന്ധു നദിയുടെ തീരത്ത് മാത്രമല്ല, സിന്ധു നദിയുടെ പോഷക നദികളായ മറ്റനേകം നദികൾ, ആ നദികളുടെ എല്ലാം കൂടെ തീരത്തുള്ള ആ ഒരു മൊത്തം സംസ്കാരത്തെ ഒരുമിച്ച് പറയുന്ന പേരാണ് സിന്ധു നദീതട സംസ്കാരം, അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ മറ്റൊരു പേര് ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുകൂടിയുണ്ട്. കാര്യം നമുക്ക് സിന്ധു നദിയുടെ സംസ്കാരം അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്ന രണ്ട് പേരുകളാണ് ഹാരപ്പ ആൻഡ് മോഹൻജദാരോ. ഓക്കെ, ഇത് ഏത് കാലഘട്ടത്തിലാണ് ഈ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഈ സംസ്കാരം നിലനിന്നിരുന്നത്? നമുക്ക് ഈ മാപ്പിൽ തന്നെ കാണാം. BC 2600 മുതൽ 1900 വരെ എന്നാണ് പറയപ്പെടുന്നത്. ഇത് കൃത്യമായ കണക്കൊന്നുമല്ല. കാര്യം എന്ന് വെച്ചാൽ പല പുസ്തകങ്ങളിൽ ഏതാനും വ്യത്യാസത്തോടുകൂടിയൊക്കെ കാണാറുണ്ട്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ടറിയില്ല, കൃത്യമായി എഴുതപ്പെട്ടിട്ടൊന്നുമില്ല. എന്നാലും ആർക്കിയോളജിക്കൽ എവിഡൻസുകളുടെ അടിസ്ഥാനത്തിൽ ആണ് ഏകദേശം ഈ ഒരു കാലഘട്ടത്തിലാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അതും ഏതൊരു ഭാഗത്താണിത് നമുക്ക് മാപ്പിൽ നിന്ന് തന്നെ കണ്ടാൽ മനസ്സിലാവും. നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയും പിന്നെ ഏതാനും പാർട്സ് ഓഫ് പാകിസ്ഥാൻ, പിന്നെ അഫ്ഗാനിസ്ഥാൻ്റെയൊക്കെ ചെറിയ പാർട്ടുകളുണ്ട്. അതൊക്കെ കൂടി മിക്സ് ചെയ്ത ഒരു ഭാഗത്താണ് സിന്ധു നദിയുടെ സംസ്കാരം അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ പണ്ട് കാലത്ത് നിലനിന്നിരുന്നത്. അപ്പോൾ ഇയറും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. BC 2600 തൊട്ട് 1900 വരെയുള്ള കാലഘട്ടത്തിലാണ് നിലനിന്നിരുന്നത്. ഓക്കെ, നമുക്ക് ഏതാനും സിറ്റീസിൻ്റെ പടമൊക്കെ സിറ്റീസൊക്കെ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടുള്ള ഹാരപ്പ, മോഹൻജദാരോ, പിന്നെ മെയിനായിട്ടുള്ള ഒരെണ്ണമാണ് ധോളവീര, ലോത്തൽ കണ്ട താഴെ ലോത്തൽ, മുകളിൽ കാണുന്നത് മാണ്ട. അത് അങ്ങനെ ഓർത്ത് വെക്കുക, അത് മണ്ട, ഏറ്റവും മണ്ടയിൽ മുകളിലുള്ളത് അല്ലേ, മണ്ട. പിന്നെ വേറെ ഏതാണ്? കാളിബംഗൻ കണ്ട ഹാരപ്പയുടെ താഴത്തായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സിറ്റീസ്. ഓക്കെ, ഇനിയുണ്ട് അനേകം സിറ്റീസ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമുക്ക് ഈ കാണുന്നത് ഒരു പ്രീസ്റ്റിൻ്റെ, അതായത് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് കിട്ടിയ ഒരു പ്രീസ്റ്റിൻ്റെ പ്രതിമ, സ്റ്റാച്യു ഓഫ് എ പ്രീസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു പ്രതിമയാണ്. ഇത് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ അവശിഷ്ടങ്ങളാണ്, കണ്ടെടുത്ത അവശിഷ്ടങ്ങളൊക്കെയാണിത്. ഓക്കെ, നമുക്കപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ദ ഏർലിയസ്റ്റ് സിറ്റി ഡിസ്കവേർഡ് ഇൻ ഇന്ത്യ വാസ്, ഇന്ത്യയിൽ നിന്ന് കണ്ടെടുത്ത ഒരു ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഏൻഷ്യൻ്റ് ആയിട്ടുള്ള സിറ്റി ഏതാണ്? ഹാരപ്പയാണ് ഏറ്റവും ഏൻഷ്യൻ്റ് ആയിട്ട് ഏർലിയസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച ആ ഒരു ഏൻഷ്യൻ സിറ്റീസിലെ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച സിറ്റി. ഓക്കെ, നമുക്കറിയാം ഹാരപ്പ നമ്മൾ പറഞ്ഞു, ഇൻഡസ് വാലി സിവിലൈസേഷനെ തന്നെ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് ഹാരപ്പയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ മറ്റൊരു പേരായിട്ട് നമ്മൾ എന്താ പറയുന്നത്? ഹാരപ്പൻ സിവിലൈസേഷൻ. ഓക്കെ, ദ ഹാരപ്പൻ സിവിലൈസേഷൻ വാസ് ഡിസ്കവേർഡ് ഇൻ ദ ഇയർ. കണ്ടോ, ഈ ചോദ്യത്തിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നല്ല ചോദിച്ചിരിക്കുന്നത്, പകരം ഹാരപ്പൻ സിവിലൈസേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാര്യം ആദ്യം കണ്ടെടുത്ത സിറ്റി ഹാരപ്പ ആയതുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്. ഏതാണ്? 1921 ആണ് ഇയർ. അതാരാണ് കണ്ടെടുത്തത്? ഡോക്ടർ DR സാനി അല്ലെങ്കിൽ ദയാറാം സാനി എന്നറിയപ്പെടുന്ന ആളും
ഡോക്ടർ ആർ ഡി ബാനർജി, ഇവരൊക്കെ ആർക്കിയോളജിസ്റ്റുകളായിരുന്നു. ഇവരൊക്കെയാണ് ഇത് കണ്ടെടുത്തത്. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ ഡിസ്കവർ ചെയ്തത് ഏത് വർഷമാണ്? 1921. ആരൊക്കെയാണ്? ഡോക്ടർ ഡി ആർ സാനി ഓർ ദയാറാം സാനി എന്നും പറയും, ആൻഡ് ആർ ഡി ബാനർജി ഇൻ 1921. ഓക്കെ. The organic relationship between the ancient culture of the Indus Valley and Hinduism of today is proved by the worship of, അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ആ ഒരു സംസ്കാരവും മോഡേൺ ഇപ്പോഴുള്ള ഹിന്ദുയിസത്തിന് തമ്മിൽ ഏതാനും സിമിലാരിറ്റീസ് ഉണ്ട്. ആ സിമിലാരിറ്റീസ് എന്താണ്? ആ സിമിലാരിറ്റി അതെങ്ങനെയാണ്, എന്ത് സിമിലാരിറ്റി കണ്ടിട്ടാണ് ആ ഒരു സിമിലാരിറ്റി ഉണ്ടെന്ന് മനസ്സിലായത്? സ്റ്റോൺസ്, ട്രീസ് ആൻഡ് ആനിമൽസ്. വർഷിപ്പ് ഓഫ് സ്റ്റോൺസ്, ട്രീസ് ആൻഡ് ആനിമൽസ്. ഇപ്പോഴത്തെ ഹിന്ദുയിസത്തിൽ നമ്മൾ സ്റ്റോൺസ്, അതായത് കൽപ്രതിമകൾ വർഷിപ്പ് ചെയ്യാറുണ്ട്, ട്രീസിനെ വർഷിപ്പ് ചെയ്യാറുണ്ട്, ആനിമൽ ഫിഗറുകളെയൊക്കെ വർഷിപ്പ് ചെയ്യാറുണ്ട് ഇന്നത്തെ കാലത്ത്. അപ്പോൾ ആ ഒരു ഇന്നത്തെ ഹിന്ദുയിസവും അന്നത്തെ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ കൾച്ചറും തമ്മിലുള്ള സാമ്യം ഇതാണ്. അവരും സ്റ്റോൺസിനെയും ട്രീസിനെയും ആനിമൽസിനെയൊക്കെ വർഷിപ്പ് ചെയ്തിരുന്നു. വിച്ച് വാസ് ദ ഓൺലി ഇൻഡസ് സൈറ്റ് വിത്ത് ആൻ ആർട്ടിഫിഷ്യൽ ബ്രിക്ക് ഡോക്യാർഡ്. ബ്രിക്ക് കൊണ്ട് നിർമ്മിച്ച ആർട്ടിഫിഷ്യൽ ഡോക്യാർഡ് ഉണ്ടായിരുന്ന ഒരു ഇൻഡസ് വാലി സൈറ്റ് ഏതായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോത്തലാണ്. ലോത്തൽ ഇപ്പോഴത്തെ ഗുജറാത്തിലാണ്. ലോത്തൽ ഒരു പോർട്ട് സിറ്റി കൂടിയാണ്. നമുക്കറിയാമല്ലോ, ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്താ? ഗുജറാത്താണ്. അപ്പോൾ നമുക്കങ്ങനെ ഓർത്ത് വെക്കാമല്ലോ. അതുകൊണ്ട് ലോത്തൽ ഗുജറാത്തിലായിരുന്നു. ലോത്തൽ ഒരു പോർട്ട് സിറ്റി ആയിരുന്നു. വിച്ച് വാസ് ദ ഓൺലി ഇൻഡസ് സിറ്റി വിത്തൗട്ട് സിറ്റാഡൽ. സിറ്റാഡൽ എന്ന് പറഞ്ഞാൽ അപ്പർ ടൗൺ, അപ്പർ പാർട്ട്, അതായത് ഒരു ഫോർട്ടസ് അല്ലെങ്കിൽ ഒരു കോട്ട പോലെയുള്ള അപ്പർ പാർട്ട് ഇല്ലാതിരുന്ന ഒരു സൈറ്റ് ഏതായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചാൻഹുദാരോ. ഇതെങ്ങനെ ഓർത്ത് വെക്കും? സിറ്റാഡലിലും സി ഉണ്ട്, ചാൻഹുദാരോയിലും സി ഉണ്ട്. സി അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. സിറ്റാഡൽ ഇല്ലാതിരുന്നത് ചാൻഹുദാരോ. അടുത്തത്, ദ എസെൻഷ്യൽ ഫീച്ചർ ഓഫ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ വാസ്. എന്തായിരുന്നു എസെൻഷ്യൽ ഫീച്ചർ? ഓർഗനൈസ്ഡ് സിറ്റി ലൈഫ്. ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രാകൃത മനുഷ്യൻ ജീവിച്ചിരുന്ന ഒരു അങ്ങനെയൊന്നുമല്ല. ഇത് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റി ലൈഫായിരുന്നു. അന്നത്തെ കാലത്ത് തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു സിറ്റി ലൈഫായിരുന്നു, അർബൻ സിവിലൈസേഷൻ ആയിരുന്നു ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ. വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റി ലൈഫായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ പീപ്പിൾ ഓഫ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ യൂഷ്വലി ബിൽറ്റ് ദെയർ ഹൗസസ് ഓഫ്. അവർ വീടുകളൊക്കെ എന്തുകൊണ്ടായിരുന്നു നിർമ്മിച്ചിരുന്നത്? ബേൺഡ് ബ്രിക്സ് കൊണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് തന്നെ അത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകളല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, അത് BC ആണ് അല്ലേ, ക്രിസ്തുവിനും മുമ്പാണ്. ക്രിസ്തുവിനും ഏതാണ്ട് 1900 മുതൽ 2600 വരെ വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തെ ആയിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ. അന്നത്തെ കാലത്ത് തന്നെ ബേൺഡ് ബ്രിക്സ് ഒക്കെ ഉപയോഗിച്ച് ഉള്ള വീടുകൾ നിർമ്മിച്ചിരുന്ന ഒരു സിവിലൈസേഷനായിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഓക്കെ, ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ മാൻ വാസ്. ഇത് ഇൻഡസ് വാലി സിവിലൈസേഷനുമായി മാത്രം ബന്ധപ്പെട്ട ഒരു ചോദ്യമല്ല, പൊതുവേ പറയാറുള്ള ഒരു ചോദ്യമാണ്. ആദ്യമായി മനുഷ്യൻ ഉപയോഗിച്ച ലോഹം ഏതാണ്? ഏത് മെറ്റലാണ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ചത്? കോപ്പർ. ഈ ചെമ്പാണ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച മെറ്റൽ. അതിനുശേഷമാണ് മറ്റ് പല മെറ്റൽസും ഒക്കെ മനുഷ്യൻ ഡിസ്കവർ ചെയ്തതും ഉപയോഗിച്ച് തുടങ്ങിയതും. ആദ്യം ഉപയോഗിച്ചത് ഏതാ? കോപ്പറാണ്. അതുമാത്രമല്ല, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇൻഡസ് വാലി സിവിലൈസേഷനിലുള്ളവർക്ക് കോപ്പറും മറ്റ് പല മെറ്റൽസ് ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഒരു മെറ്റൽ അവർ ഉപയോഗിച്ചിട്ടില്ല. അതേതായിരുന്നു? അയൺ ആണ്. അയൺ എന്ന് പറയുന്ന മെറ്റൽ ഇൻഡസ് വാലി സിവിലൈസേഷനിലുള്ളവർ ഉപയോഗിച്ചിട്ടില്ല. അതും ഒരു ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട്. ഇൻ മോഹൻജൊദാരോ ദ ലാർജസ്റ്റ് ബിൽഡിംഗ് ഇസ് എ ഗ്രാനറി. ഗ്രാനറി എന്ന് പറഞ്ഞാൽ എന്താണ്? ധാന്യപ്പുര. അതായിരുന്നു മോഹൻജൊദാരോയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു ബിൽഡിംഗ്. ഓക്കെ, അപ്പോൾ ഗ്രാനറി കണ്ടെടുത്ത സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് മോഹൻജൊദാരോ. അങ്ങനെ തിരിച്ചും ചോദിക്കാറുണ്ട്. ഹൂ വാസ് ദ ഫസ്റ്റ് സ്കോളർ ടു ഡിസ്കവർ ട്രേസസ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷനെ പറ്റി അഡ്വാൻസ്ഡ് ആയിട്ട് കണ്ടുപിടിച്ചത് ആർ ഡി ബാനർജിയും ദയാറാം സാനി, ഡി ആർ സാനിയുമാണ് 1921. എങ്കിലും ആദ്യമായി ഇതിൻ്റെ ഫസ്റ്റ് ട്രേസ് കണ്ടുപിടിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് അലക്സാണ്ടർ കണ്ണിങ്ഹാം അല്ലെങ്കിൽ എ കണ്ണിങ്ഹാം ആണ്. അത് 1875. 1921 ഒത്തിരി കൊല്ലം മുമ്പേ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ട്രേസസ് കണ്ടുപിടിച്ചിരുന്നു. ആര്? അലക്സാണ്ടർ കണ്ണിങ്ഹാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ പോർട്ട് ടൗൺ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഏതാണ് പോർട്ട് ടൗൺ? അതായത് കടൽ തീര നഗരം.
ലോത്തൽ. ലോത്തൽ എവിടെയാണ്? ഗുജറാത്തിൽ. കുറച്ച് മുമ്പ് നമ്മൾ കണ്ടായിരുന്നു ആർട്ടിഫിഷ്യൽ ബ്രിക്ക് ഡോക്യാർഡ് ഉള്ളത് എവിടെയാണ്? ലോത്തലാണെന്ന് കുറച്ച് മുമ്പ് കണ്ടായിരുന്നു. ഓക്കെ, ആ സെയിം ലോത്തൽ തന്നെ. നെക്സ്റ്റ് വൺ, കാളിബംഗൻ ഈസ് സിറ്റുവേറ്റഡ് ഇൻ. കാളിബംഗൻ അതെവിടെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? രാജസ്ഥാനിലാണ്. ബാങ്ക് ഓഫ് റിവർ ഘാഗർ നദി എന്ന് പറയുന്ന നദിയുടെ തീരത്ത് രാജസ്ഥാനിൽ സിറ്റുവേറ്റ് ചെയ്തിരുന്ന ഒരു നഗരമാണ് കാളിബംഗൻ. ദ ഹാരപ്പൻസ് വെയർ ദ ഏർലിയസ്റ്റ് ടു പ്രൊഡ്യൂസ്. ഹാരപ്പൻസ് അതായത് ഹാരപ്പൻ സിവിലൈസേഷനിലുള്ളവരാണ്. ഒരു സംഭവം ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ക്രെഡിറ്റ് അവർക്കാണ്. അത് ഏത് വസ്തുവാണ്? കോട്ടൺ ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്തത് ഹാരപ്പൻസ് ആണ്. ഓക്കെ. ദ ലാംഗ്വേജ് ഫ്രം വിച്ച് ദ ടേം ഇന്ത്യ ഈസ് ഡിറൈവ്ഡ് ഇസ്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന പേര്, ആ ഒരു വാക്ക് ഡിറൈവ് ചെയ്തത് ഏത് ഭാഷയിൽ നിന്നുള്ള വാക്കിൽ നിന്നാണ്? പേർഷ്യൻ. അതായത് പേർഷ്യൻസ്, നമ്മളിപ്പോൾ സിന്ധു എന്ന് ഇന്ത്യയിൽ പറയും, പക്ഷേ പേർഷ്യൻസ് അതിനെ ഹിന്ദു എന്നൊക്കെയായിരുന്നു വിളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ നാടിനെ ഹിന്ദ് എന്നായിരുന്നു പേർഷ്യൻസ് വിളിച്ചിരുന്നത്. ആ ഹിന്ദ് എന്ന വാക്കിൽ നിന്നാണ് ഇന്നത്തെ ഇന്ത്യ എന്ന ആ ഒരു വേർഡ് ഡിറൈവ് ചെയ്തത്. ഓക്കെ. ഹാരപ്പ ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക് ഓഫ് ദ റിവർ രവി. അതായത് ഹാരപ്പ ഡയറക്റ്റ്ലി സിന്ധു നദിയുടെ തീരത്തൊന്നും അല്ലായിരുന്നു, രവി എന്ന് പറയുന്ന നദിയുടെ തീരത്താണ്. രവി എന്താണ്? സിന്ധു നദിയുടെ ഒരു പോഷക നദിയാണ്, ഒരു ട്രിബ്യൂട്ടറിയാണ്. ഓക്കെ. ഇനി ഹാരപ്പ എവിടെയാണ്? പഞ്ചാബ്. ഏത് പഞ്ചാബ്? ഇന്ത്യയിലെ പഞ്ചാബല്ല, പാകിസ്ഥാനിലെ പഞ്ചാബ്. നിലവിൽ അതായത് ഇപ്പോൾ ഹാരപ്പ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? ഇന്ത്യയുടെ കീഴിലല്ല, പാകിസ്ഥാനിലെ പഞ്ചാബിലാണ്, രവി നദിയുടെ തീരത്ത്. ദ ഗ്രേറ്റ് ബാത്ത് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഈസ് ഫൗണ്ട് അറ്റ്. ഗ്രേറ്റ് ബാത്ത്, ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഗ്രേറ്റ് ബാത്ത് എവിടെയാണ് എന്നാണ് ചോദ്യം. നമ്മൾ നേരത്തെ കണ്ട ഗ്രാനറി ഉള്ള അതേ സ്ഥലത്ത് തന്നെയാണ്. അതായത് എവിടെയാണ്? മോഹൻജദാരോയിൽ തന്നെയാണ് എന്തോ ഉള്ളത്? ഗ്രേറ്റ് ബാത്ത്. അപ്പോൾ ഗ്രേറ്റ് ബാത്തും ഗ്രാനറിയും അത് രണ്ടും എവിടെയാണ്? മോഹൻജദാരോയിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ഏതാ? അത് ഗ്രാനറിയാണ്. ഓക്കെ. മോഹൻജദാരോ ഇപ്പോൾ എവിടെയാണ്? സിന്ധിലാണ്. പാകിസ്ഥാനിലെ സിന്ധ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏത് നദിയുടെ തീരത്താണ്? സിന്ധു നദിയുടെ, ഇൻഡസ് റിവറിൻ്റെ തീരത്താണ്. പക്ഷേ ഹാരപ്പ ഇൻഡസ് റിവറിൻ്റെ തീരത്തല്ല, രവി റിവറിൻ്റെ തീരത്താണ്. ഓക്കെ, അത് തമ്മിൽ മാറിപ്പോകരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ഹാസ് ആസ്ക്ഡ് ഇന്ത്യ ടു റിട്ടേൺ ദ ഫേമസ് ഡാൻസിങ് ഗേൾ സ്റ്റാച്ചു ഫ്രം മോഹൻജദാരോ? നമുക്കൊരു കാര്യം അറിയാം, മോഹൻജദാരോ ഇപ്പോൾ ഏത് കൺട്രിയിലാണ്? പാകിസ്ഥാനിൽ. അപ്പോൾ ആരായിരിക്കും ഡാൻസിങ് ഗേൾ സ്റ്റാച്ചു തിരിച്ച് ചോദിച്ചത്? പാകിസ്ഥാൻ ഇന്ത്യയോട് തിരിച്ചു ചോദിച്ചിരിക്കും, ആ ഡാൻസിങ് ഗേൾ സ്റ്റാച്ചു ഞങ്ങളുടെയാണ്, ഞങ്ങൾക്ക് തിരിച്ചു തന്നെ. ഓക്കെ. ഈ ഡാൻസിങ് ഗേൾ സ്റ്റാച്ചു നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ നോക്കിക്കോ, ഇതാണ് ഡാൻസിങ് ഗേൾ സ്റ്റാച്ചു. ഓക്കെ, ഇത് പണ്ട് മോഹൻജദാരോയിലുണ്ടായിരുന്ന ഒരു സ്റ്റാച്ചു ആണ്. ഓക്കെ. വിച്ച് വാസ് ദ ബാക്ക് ബോൺ ഓഫ് ഇൻഡസ് എക്കോണമി. ഇൻഡസ് എക്കോണമിയുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം, മെയിൻ അതെന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരുന്നു? അഗ്രികൾച്ചറായിരുന്നു അല്ലേ? നമുക്കറിയാം ഈ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷൻ തുടങ്ങിയത് തന്നെ അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ മെയിൻ ഒരു ഇതെന്തായിരുന്നു? മെയിൻ വരുമാന മാർഗം അതെന്തായിരുന്നു? അഗ്രികൾച്ചർ. നെയിം ദ ഓൾഡസ്റ്റ് സിവിലൈസേഷൻ. ലോകത്തിലുള്ള ഏറ്റവും പുരാതന സിവിലൈസേഷൻ ഏതാ? അത് ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ല, മറ്റൊരു സിവിലൈസേഷനാണ്. ഏതാണ്? മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എവിടെയായിട്ട് വരും? മെസപ്പൊട്ടോമിയ എന്നറിയപ്പെട്ടിരുന്ന ഒരു പ്രദേശം ഇന്നത്തെ ഇറാഖ് ആ ഒരു ഏരിയയിലായിട്ട് വരും. ഇറാഖ് മാത്രമല്ല, ഇറാഖ്, കുവൈറ്റ് അങ്ങനെയുള്ള ആ ഭാഗങ്ങളിലുള്ള സിവിലൈസേഷൻ, അതായിരുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും പഴയ സിവിലൈസേഷൻ, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പീപ്പിൾ ഓഫ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ വർഷിപ്ഡ്. അവരാരാധിച്ചിരുന്ന പ്രധാനപ്പെട്ട ദേവതകൾ പശുപതിയും മദർ ഗോഡസുമായിരുന്നു. അതായത് ഇത് തന്നെയാണ്, പശുപതി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ശിവൻ്റെ ഒരു പഴയ രൂപമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ മദർ ഗോഡസ്, ശക്തി, ഇപ്പോഴത്തെ ശക്തിയുടെ, ശക്തിയെയും തന്നെ വേറൊരു രൂപത്തിൽ, വേറൊരു രീതിയിൽ ആരാധിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതാണ് ഇത്, പശുപതിയും മദർ ഗോഡസും. ഓക്കെ. വിച്ച് ഈസ് ദ സ്ക്രിപ്റ്റ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ അവരുപയോഗിച്ചിരുന്ന സ്ക്രിപ്റ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് സ്ക്രിപ്റ്റാണ് ഉപയോഗിച്ചിരുന്നത്? ഇപ്പോഴത്തെ ഹിന്ദി സ്ക്രിപ്റ്റാണോ, തമിഴാണോ, മലയാളമാണോ? അല്ല, ഒന്നുമല്ല, അൺനോൺ, നമുക്കറിയില്ല. ആ ഒരു സ്ക്രിപ്റ്റ് ഏതാണെന്നോ ഒന്നും നമുക്കൊരു ഐഡിയ ഇല്ല അതിനെപ്പറ്റി. ഡെസിഫർ ചെയ്തെടുത്തിട്ടില്ല. അതൊരു ഗ്രാഫിക്കായിട്ടുള്ള സ്ക്രിപ്റ്റാണ്. ഈ ചിത്രലിപി എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ലിപിയാണ്. പക്ഷേ കൃത്യമായിട്ട് അതറിയില്ല എന്താണ് അവർ എഴുതി വെച്ചിരിക്കുന്നതെന്നൊന്നും ഇതുവരെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. ഓക്കെ.
ഇനി ചില കാര്യങ്ങൾ മിസ്സിംഗ് തിങ്സ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ചിലതൊന്നും ഉണ്ടായിരുന്നില്ല, അത് ചോദിക്കാറുള്ളതാണ്. എന്തൊക്കെയാണ്? അയൺ എന്ന് പറയുന്ന മെറ്റൽ ഉണ്ടായിരുന്നേയില്ല. ഒരിടത്തും അയൺ അവർ ഉപയോഗിച്ചതായിട്ടോ ഒരു തെളിവോ ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, അതും ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. പിന്നെ അതുപോലെ ഹോഴ്സ്, കുതിര എന്ന് പറയുന്ന ഒരു മൃഗത്തെ അവർ കണ്ടിട്ട് പോലുമില്ല. ഇൻഡസ് വാലീസ് അവിടെ എങ്ങും ഒരു കുതിര ഉണ്ടായിരുന്നില്ല. കുതിരയൊക്കെ പിന്നീട് വന്നതാണ്, വേറെ രാജ്യങ്ങളിൽ നിന്ന് വേറെ ഓരോ ആൾക്കാരൊക്കെ, പല ജനങ്ങളൊക്കെ പിന്നീട് മൈഗ്രേറ്റ് ചെയ്ത് വന്നപ്പോഴൊക്കെ വന്നതാണ് ഹോഴ്സ്. അപ്പോൾ ഹോഴ്സ് എന്ന് പറയുന്ന മൃഗം ഉണ്ടായിരുന്നില്ല. അതുപോലെ ഷുഗർ കെയിൻ എന്ന് പറയുന്ന കരിമ്പ് കൃഷി അവർ കൃഷി ചെയ്തിട്ടേ ഇല്ലാത്തൊരു സാധനമാണ് കരിമ്പ്. പിന്നെ ടെറാക്കോട്ട, കൗ എന്ന് പറയുന്ന മൃഗമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാള, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പശു, കാള, ഇതൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നതാണ്. പക്ഷേ ടെറാക്കോട്ടയിൽ കാളയുടെ ടെറാക്കോട്ട ഉണ്ടായിരുന്നു, പശുവിൻ്റെ ടെറാക്കോട്ട ഉണ്ടായിരുന്നില്ല. അപ്പോൾ ടെറാക്കോട്ട, അത് ഒരു ടെറാക്കോട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കളിമൺ പ്രതിമകൾ, ഒരുപാട് ജീവികളുടെയൊക്കെ കളിമൺ പ്രതിമകൾ കണ്ടെടുത്തിട്ടുണ്ട്. പക്ഷേ കൗ മാത്രം ഉണ്ടായിരുന്നില്ല. അതുപോലെ ഇല്ലാതിരുന്ന മറ്റൊന്നാണ് ടെമ്പിൾസ്, ക്ഷേത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ കേട്ടായിരുന്നു പല പശുപതി, മദർ ഗോഡസിനെയൊക്കെ ആരാധിച്ചിരുന്നു. പക്ഷേ അത് പ്രത്യേക ക്ഷേത്രങ്ങളൊന്നും വെച്ചില്ല. അവർ പല ഇപ്പോൾ ശിവലിംഗം പോലെയുള്ള ചിലതൊക്കെ ആരാധിച്ചിരുന്നു. പക്ഷേ അത് പ്രത്യേക ഒരു ക്ഷേത്രത്തിലൊന്നുമല്ല. അപ്പോൾ ടെമ്പിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ ഓർത്തു വെക്കേണ്ട ഏതാനും കാര്യങ്ങളാണ്. മോഹൻജദാരോയിലുള്ളത് എന്തൊക്കെയാണ്? ദ ഗ്രേറ്റ് ബാത്തും ഗ്രാനറിയും. ഇത് രണ്ടും നമ്മൾ നേരത്തെ കണ്ട ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ ഹാരപ്പയുമായി ബന്ധപ്പെട്ട എന്താ? സ്റ്റാച്യു ഓഫ് എ പ്രീസ്റ്റ്. കുറച്ച് മുമ്പ് നമ്മൾ കണ്ടായിരുന്നു സ്റ്റാച്യു ഓഫ് എ പ്രീസ്റ്റ്, ആ ഒരു പ്രതിമ കണ്ടായിരുന്നു. അത് എവിടെ നിന്നാണ് കണ്ടെടുത്തത്? ഹാരപ്പ. അതുപോലെ കാളിബംഗനിൽ നിന്ന് കണ്ടെടുത്തത് എന്താണ്? പ്ലോ മാർക്സ്. പ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? കലപ്പ. കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന ഒരു വസ്തു ആണല്ലോ കലപ്പ. പ്ലോ മാർക്സ് കണ്ടെടുത്തത് എവിടെ നിന്നാണ്? കാളിബംഗനിൽ നിന്ന്. അതുപോലെ ലോത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പോർട്ടാണ്. ആർട്ടിഫിഷ്യൽ ബ്രിക്ക് ഡോക്യാർഡ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ട ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ ഇപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമേ കണ്ടുള്ളൂ. ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ ഇനി എന്തൊക്കെയുണ്ട്? വേദിക് സിവിലൈസേഷനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.